സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അതിതാ. സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് BSE എന്ന് വെച്ചാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ പലയിടത്തും ഇതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടുകൊണ്ടായിരിക്കും. BSE ഇതതുപോലെ കാണുന്നതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ സ്കൈയും ഈ സ്ഥലമൊക്കെ കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ. ഈ ലൊക്കേഷൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് സുഹൃത്തുക്കളെ. ഈ മുംബൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്യൂട്ടിഫുള്ളായ ലൊക്കേഷൻ എല്ലാം അടങ്ങിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലേസിലാണ്. ഇവിടെ നിറയെ പറഞ്ഞല്ല ക്യാബുകളാണ്, കാറുകൾ. ഇത് HSBC ബാങ്ക് ആയിരിക്കും അല്ലേ? അതെ. ബാങ്ക് മിക്ക ബാങ്കുകളുടെയും കമ്പനികളുടെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈ. എടാ, ഈ BSEയുടെ മുമ്പിലല്ലേ ഉള്ളത് ഒരു കാളക്കൂറ്റന്റെ പ്രതിമ? അതെ, അതവിടെ. പക്ഷേ ഇങ്ങനെയല്ല, അത് അപ്പുറത്തൊക്കെ ഇറങ്ങി പോകുമ്പം ആ കാളക്കൂറ്റന്റെ പ്രതിമ കാണാതിരിക്കും. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേറെ സ്ഥലത്ത് പോകാം. അതായത് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ സ്ഥലം കാണുമ്പോൾ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ മനോഹരവും വൃത്തിയുള്ളതും വെടിപ്പുള്ളതുമായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നമ്മുടെ മഹാരാഷ്ട്രയിലെ തന്നെ, മഹാരാഷ്ട്ര മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഇതുപോലെ ഭംഗിയായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യ ഇതാണ് നമ്മൾ കണ്ടത്. നടുക്ക് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് ഉണ്ട്. നമ്മൾ ഈ ഫ്ലാഗ് കാണുമ്പോൾ അറിയാതെ കോരിത്തെരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ പറയത്തില്ല എന്തുവാ, ഈ ത്രിവർണ്ണ പതാക അത് കാണുമ്പോൾ തിരങ്ക. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഇന്ത്യ എന്നല്ലയോ അത്? ഓ മൈ ഗാഡ്. എടാ, ഈ ബിൽഡിങ്ങിന് കളർ കണ്ടിട്ട് നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചറും കളറിങ് കണ്ടിട്ട് കയറിയതാണ്. നല്ല രസമുണ്ട്. ദി ലാൻറ്റേൺ ബാർ. അത് ബാറായിരുന്നു സുഹൃത്തുക്കളെ, നമ്മൾ തെറ്റിദ്ധരിച്ചു. വിഷ്ണു ബാറെന്ന് കേട്ടപ്പോഴേ ഓടുകയാണ് സുഹൃത്തുക്കളെ. ഈ ആൽമരങ്ങളുടെ തണൽ കണ്ടു ഇവിടെയൊക്കെ. ഭയങ്കര സംഭവമാണ്. നല്ല തണലുണ്ട്. വഴിയോരങ്ങളില്ലേ? സെക്കൻഡ് ബുക്ക് ബുക്ക് സ്റ്റോള്. ഇത് കോയിൻസിൻ്റെ കളക്ഷനാണ് തോന്നുന്നു. ബാഗുകൾ, അൻഡർവെയർ, കർച്ചീഫ്, keychains, t-shirts. എല്ലാം ബിസിനസ് സാധനങ്ങളും. എൻ്റെ പൂക്കൾ വരെ ഇട്ട് വയ്ക്കുന്നു. എന്താ നിരത്തിയിട്ട് പൂക്കൾ വയ്ക്കുന്നുണ്ട്. ബുക്സ് എല്ലാം ഉണ്ട്. കുടിക്കുക. എങ്ങനെയുണ്ട്? ചൂടത്ത് നിന്നിട്ട് കുടിക്കും സുഖമുണ്ടോ? ഐസ് ഇട്ടാണോടാ? തണുപ്പില്ല. വെള്ളം ഒഴിച്ചാണോ അതോ റിയൽ ജ്യൂസാണോ? വെള്ളം ഒഴിച്ചായിരുന്നോ? റിയൽ ജ്യൂസ്. എത്ര രൂപയാ? 10 രൂപയോ? എല്ലാ സുഹൃത്തുക്കൾക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ കാണുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയുടെ ബിൽഡിംഗ് ആണ്. പുരാതനമായ ബിൽഡിംഗ്. അതിന്റെ ഏതോ ഉപയോഗിക്കാത്ത മാറാല പിടിച്ചു കിടക്കുന്ന ഭാഗത്തുകൂടിയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. ക്യാമ്പസുകളിലും അഫിലിയേറ്റഡ് കോളേജുകളിലുമായി 5,49,000 വിദ്യാർത്ഥികളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല സംവിധാനങ്ങളിൽ ഒന്നാണിത്. മഹാരാഷ്ട്രയിലെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന്. 1857 ബ്രിട്ടീഷുകാർ UK ലണ്ടൻ യൂണിവേഴ്സിറ്റിയുടെ മാതൃകയിൽ സ്ഥാപിച്ചതാണിത്. യൂണിവേഴ്സിറ്റിയുടെ പേര് ബോംബെ യൂണിവേഴ്സിറ്റി എന്നതിൽ നിന്ന് 1996 യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ എന്നാക്കി മാറ്റി. മുമ്പിൽ കാണുന്ന ഈ ജംഗ്ഷന്റെ പേര് ജസ്റ്റിസ് ചൗക്ക് എന്നാണ്. അവിടെ വെച്ചിരിക്കുന്ന പ്രതിമ തടിപ്പണികൾ ചെയ്യുന്ന ആശാരിമാരുടെ കയ്യിലുള്ള കൊട്ടൂടി പോലെ ഉണ്ടെങ്കിലും ഇത് സംഗതി ജഡ്ജിമാർ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ ഇംഗ്ലീഷിലുള്ള പേര് ഗവൽ എന്നാണ്. ഇതിന് മലയാളത്തിൽ പേരുണ്ടോ ആവോ? ഇതിന്റെ അടുത്താണ് മുംബൈ ഹൈക്കോടതി ഉള്ളത്. അതുകൊണ്ടായിരിക്കാം ഈ പേരിൽ തന്നെ ജംഗ്ഷനും സ്റ്റാച്യു ഒക്കെ വന്നത്. അതിന്റെ ഈ റോഡിന്റെ അപ്പുറത്താണ് ഒരു വലിയ മൈതാനമുള്ളത്. ഓവൽ മൈതാൻ എന്നാണ്. നീണ്ട ക്യാപ്സൂൾ രൂപത്തിലുള്ള 22 ഏക്കറിൽ നീണ്ടു കിടക്കുന്ന ഈ ഗ്രൗണ്ട്. ഡബിൾ ഡെക്കർ ബസ് കണ്ട ഇവിടെയുണ്ട് സുഹൃത്തുക്കളെ. ആൽമരവും അതിൻ്റെ തണലുകളൊക്കെ. ഇവിടെ ഒന്ന് സുഖമായിട്ടിരുന്ന് കാറ്റുകൊള്ളാം. സിറ്റി സിവിൽ സെഷൻ കോർട്ടിൻ്റെ ചുറ്റിനുമുള്ള മതിലാണ് ഈ കാണുന്നത്. ഭയങ്കര ഇരുമ്പ് വേലികളുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി ഇതുപോലെ പോലീസിൻ്റെ കാവൽ നിലയങ്ങളോ അങ്ങനെ പറയത്തില്ലയോ, അങ്ങനെ എന്തൊക്കെയുണ്ട് സംഭവങ്ങൾ. ഇവിടെ പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടിയുള്ള ക്ലീനപ്പ് വണ്ടികൾ കിടപ്പുണ്ട്. പിന്നെ
പരസ്യമൊക്കെ നിറഞ്ഞ ബസ് സ്റ്റോപ്പുകൾ, തണൽ മരങ്ങൾ ഒക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇത്രയും വലിയ നഗരത്തിൻ്റെ സൈഡിലൊക്കെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നതിൽ ഇവർ കാണിച്ചിരിക്കുന്ന ഒരു സംഭവത്തെ നമ്മൾ അംഗീകരിക്കാതെ വയ്യ. എല്ലായിടത്തും ഈ വൃക്ഷങ്ങളുള്ളതേ അത് ഭയങ്കര ചിലവാണ്. ഈ വൃക്ഷങ്ങളുള്ളിടത്തോളം കാലം ഈ പറഞ്ഞ പോലെ കോൺക്രീറ്റ് റോഡുകളൊക്കെ പൊട്ടിപ്പൊളിയും. പക്ഷേ അത് തരുന്നൊരു സുഖമുണ്ടല്ലോ അല്ലേ. മഹാരാഷ്ട്ര റവന്യൂ ട്രിബ്യൂണൽ മുംബൈ, ഫോറൻസിക് സയൻസ് മുംബൈ, ഭയങ്കര സംഭവം ഉണ്ടല്ലോ. കണ്ട നടുക്കത്തെ ഒരു വലിയൊരു ഗാർഡൻ പോലെ കണ്ടില്ലേ. ഇവിടെ ഉണ്ടൊരു അടിപൊളി സ്ഥലം കാണാൻ, ഒരു പക്ക ബ്യൂട്ടിഫുള്ളായൊരു സ്ഥലം, ഒരു ഗാർഡൻ പോലെ അല്ലെങ്കിൽ ഒരു പാർക്ക് പോലെ സ്ഥലമുണ്ട്. കണ്ടോ എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി. നിരന്ന് നിൽക്കുന്ന ടാക്സി ക്യാബുകൾ, അതിനപ്പുറത്ത് ന്യൂ ഇന്ത്യ സെൻറ്റർ എന്നൊരു വലിയ ബിൽഡിങ് കാണാം. ഈ ഗാർഡൻ്റെ നടുക്ക് ഒരു പ്രതിമയുണ്ട്. അത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ ആണോടാ ആ പ്രവേശം കണ്ടിട്ട്? യെസ്, അത് കാണുന്നത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ പ്രതിമയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിക്കാം. യെസ്, ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് ബോർഡിൽ, ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ചൗക്ക്. ഈ സ്ഥലത്തിൻ്റെ പേര് ഫോർട്ട് എന്നാണെന്ന് തോന്നുന്നു. ഇവിടെ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറിൻ്റെ പ്രതിമയുണ്ട്. തൊട്ടപ്പുറത്ത് അടിപൊളി ഗാർഡനുണ്ട്. സൈഡിൽ രണ്ട് വിഷ്ണുവുണ്ട്. ഹായ്. അണയാത്ത ജ്വാലകൾക്ക് മുമ്പിൽ ഇന്ത്യൻ ഭരണഘടനയുടെ രചയിതാവിന്റെ പ്രതിമ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. ഒരു വശത്തായി നിവർത്തിയിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, അതിൽ വ്യക്തമായി തറപ്പിച്ചെഴുതിയിരിക്കുന്ന ചില വാക്കുകൾക്ക് ഇന്ന് മൂല്യമേറെയാണ്. അതിൽ ഒന്നാമത്തേത് ആദ്യ ഭാഗം തന്നെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യ എന്നാൽ ഈ മണ്ണല്ല, ഈ മണ്ണിൽ ജീവിക്കുന്ന ജനതയാണെന്ന്. അടുത്ത ചില ഭാഗം ഇതുപോലെ വലിയ അക്ഷരത്തിൽ പ്രാധാന്യത്തോടെ എഴുതിയിരിക്കുന്നു, ഇന്ത്യ ഇൻടു എ സോവറൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതായത് ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്. മതനിരപേക്ഷത എന്നത് ഒരു പുതിയ ആശയമാണെന്ന് തോന്നുന്നവർക്ക് ഈ വാക്കുകൾ ഒരു മറുപടിയാണ്. ഈ ഫീച്ചേഴ്സ് ഇന്ത്യയിൽ നിന്ന് മാറിയാൽ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടന ഇല്ലാതായാൽ എന്താകുമെന്ന് ഓരോ നിമിഷവും ഈ കൊത്തിയിട്ടിരിക്കുന്ന വാക്കുകൾ വിളിച്ചു ചോദിക്കുന്നു. തൊട്ടപ്പുറത്തായി ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറുടെ ബയോഗ്രഫി ചുരുക്കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിന്തയ്ക്കും ആവിഷ്കാരത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും തുല്യതയും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുന്ന സാഹോദര്യവും നിലനിർത്താനായി സഗൗരവം എടുത്ത പ്രതിജ്ഞയുടെ ഓർമ്മപ്പെടുത്തലായി മുംബൈ ഫോർട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സ്ഥലത്ത് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ചൌക്കിലെ പച്ച പകിട്ടണിഞ്ഞ ഈ പൂന്തോട്ടത്തിൽ എരിയുന്ന അഗ്നിജ്വാലകൾക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ സ്റ്റാച്യു ഉയർന്നു നിൽക്കുന്നു. നമുക്കിനി ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. അടുത്തത് ഒത്തിരിയും കാഴ്ചകളുണ്ട് സുഹൃത്തുക്കളെ. കെട്ടിടങ്ങളായാലും ടാക്സികളായാലും. എന്നാ വണ്ടിയാണ് അത്? അവിടെ ഒരു പ്രത്യേക വണ്ടി കിടപ്പുണ്ട് സുഹൃത്തുക്കളെ. അതിന് ഇങ്ങേറ്റാണ്ട് ആ ബൈക്കിൽ പെടുത്തേരെ തൊട്ടിപ്പുറത്തായിട്ട് ഇതൊരു വെറൈറ്റി വണ്ടിയാണ് സുഹൃത്തുക്കളെ. കേട്ടോ നോക്കി, ഇത് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. യെസ്, ഇത് പഴയ കാലത്തെ എന്തോ ടൈപ്പ് വണ്ടികളാണ്. അത് ചീറി പണി ടൂറിസ്റ്റുകളെ കൊണ്ടുപോവാണ്. മുംബൈ യാത്രയുടെ വിശേഷങ്ങൾ ഞങ്ങളുടെ തനതായ ശൈലിയിൽ ആശയങ്ങളും അറിവുകളും കാഴ്ചകളും നിറങ്ങളും നിറച്ച് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുമ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കായി അത് കമന്റിലൂടെ ഞങ്ങളിലേക്ക് എത്തുന്നതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. അതോടൊപ്പം ചാനൽ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.